ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചെനച്ച മാങ്ങ പച്ചടിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ലവണ്ണം ചെനച്ചൊരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ചെനച്ചതെന്ന് പറയുകയാണെങ്കിൽ മാങ്ങയുടെ പുളിയൊക്കെ മാറി പഴുത്ത് തുടങ്ങുന്ന ഒരു ടൈമില്ലേ, ആ ടൈമിലുള്ള മാങ്ങയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഈ മാങ്ങ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത് 1 കപ്പുണ്ട്. അതായത് 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രൗൺ ഭാഗങ്ങളൊക്കെ മാറ്റി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഞാൻ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാങ്ങയും തേങ്ങയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ജാറിലേക്ക് ഇടുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് കൂടുതലുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിലുള്ള ജീരകം ഒത്തിരി ചേർക്കണ്ട കേട്ടോ. ജീരകം ഒരുപാടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് 3 എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മാങ്ങ കഷ്ണങ്ങളോട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുക്കണം. അപ്പോൾ ഇത് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല അത്യാവശ്യം അല്പം പുളിയുള്ള തൈരാണ്, ഞാൻ 1/4 കപ്പാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തൈരൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണിൽ കൂടുതലുള്ള കടുകാണ് ചേർക്കുന്നത്. അപ്പോൾ കടുക് ചേർക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അരയരുത് കടുക്. കടുക് അരഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പ്പ് കാണും. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് അതായത് ഒന്ന് കടുക് താളിച്ചെടുക്കാം. അതിനകത്തേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ കടുകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഈ മാങ്ങ പച്ചടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. സൂപ്പറാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അതായത് ഈ ഒരു മാങ്ങ കാലവും അതുപോലെ ഈ ഒരു ടൈമിലൊക്കെ നമുക്കിങ്ങനത്തെ ചെനച്ച മാങ്ങ ധാരാളമായി കിട്ടാനുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. ഒരിക്കലും കഴിച്ചാലും മടുക്കത്തുമില്ല ഈ ഒരു പച്ചടി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലൊരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരെണ്ണം മതിയാകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കറുത്തു പോകും. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അരിഞ്ഞ് വെള്ളത്തിലിടണമെന്ന് പറയുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതാണേലും മതി. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എണ്ണയിലേക്ക് വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ആദ്യം തന്നെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. നല്ലൊരു രീതിയിൽ അതൊന്ന് മൂത്ത് അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരണം. ആ സമയം ആകുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി നമുക്ക് എടുത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്ത് വരുമ്പോഴേക്കും അതായത് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് വരുന്നത് കേട്ടോ. ആ സമയമാകുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഗരം മസാല ചേർത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ 2 സ്പൂണൊക്കെയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പം കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊടികളുടെ പച്ച ചൊവയൊന്ന് മാറ്റാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി മെഴുക്കുവരട്ടിക്ക് നമ്മൾ അധികം ഉപ്പൊന്നും ചേർക്കത്തില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ
മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം മാറ്റിയെടുത്ത നമ്മുടെ പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാനായിട്ട്. അപ്പോഴേക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അതായത് ഇത് അടുക്കി പിടിക്കരുത്. ഇത് നന്നായി അതായത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിതുപോലെ നമ്മൾ നോക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കി വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ മെഴുക്കുരട്ടി എത്ര പെട്ടെന്ന് റെഡിയായെന്ന് നോക്കൂ. ആ മെഴുക്കുരട്ടി ഞാനിതുപോലെ വീണ്ടും ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇതുപോലെ അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി നന്നായിട്ട് റെഡിയായി. ഇതിൻ്റെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ കറികൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പച്ചടിയും ഈ ഒരു ഉരുളക്കിഴങ്ങ് കോമ്പിനേഷനും കൂടെ നല്ല സൂപ്പറാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ.